ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ രാവിലെ കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മളിവിടെ ബേസ്മെൻറ്റ് ബീം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് വെച്ചാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാ സിമെൻറ്റൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആ സിമെൻറ്റ് സെറ്റിംഗ് ആവാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് സെറ്റിംഗ് പവർ കൂടുതലുള്ള സിമെൻറ്റാണ്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഇപ്പോൾ നല്ല ഉണങ്ങി, അപ്പോൾ നല്ല വെയിലടിക്കുമ്പോൾ ക്രാക്ക് വീഴും, ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ വീഴും. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ നമ്മൾ രാവിലെ കോൺക്രീറ്റ് ഇട്ട് തീർന്നാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ ഇതേ സമയത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബലമായിരിക്കും. കാരണം നമ്മളിത് പല ആൾക്കാരും ഇത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. അവർക്ക് സംഭവം ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അവരത് ചെയ്യാത്തത്. ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രാക്ക് വീഴത്തില്ല. നമ്മൾ ഈ ബാക്കിയുള്ള സാധാ സിമെൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയം വരത്തില്ല, നമുക്ക് നാളെയൊക്കെ വന്ന് ചെയ്താൽ മതി. പക്ഷേ നല്ല വെയിലടിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കുത്തി അടിക്കരുത്. കുത്തി അടിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലത്തെ ഗ്രൗട്ട് ഈ സിമെൻറ്റ് കാണിക്കാതെ അങ്ങ് ഇളകിപ്പോവും. അപ്പം വേറെ കുഴപ്പമൊന്നും കാണത്തില്ല. പക്ഷേ ഇത് പൊളിക്കാൻ നേരത്ത് അവിടെ അത്രയും ഭാഗം ഒരുമാതിരി ചൊറി പിടിച്ച പോലെ ഇരിക്കും. അത് കാണുന്ന ആൾക്കാർക്ക് അത്ര സുഖിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്, വീഡിയോ കാണിച്ച് ഞാൻ ഇടുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാക്ക് ഒഴിവാകും. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, ഇത്തിരി നനയുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ കംപ്ലീറ്റ് സൈഡിലും വെള്ളം സ്പ്രെഡായിട്ടുണ്ട്, അത് കണ്ടോ. അപ്പോൾ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെള്ളം നിൽക്കുമ്പോൾ ഉള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാക്ക് വീഴത്തില്ല. എത്ര വെയിലടിച്ചാലും വലിയതായിട്ട് ക്രാക്ക് വരുന്നില്ല, അതാണല്ലോ. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതൊരു ബാത്റൂമാണ്. അപ്പം ഇത് ബാത്റൂമാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ ബീം കുറച്ച് താത്ത് വേണം നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ താത്തിട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കെട്ട് വരുന്നത് ഈ ഒഴുങ്കാണ്, 6 ഇഞ്ച് കെട്ടാണ് കെട്ടുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഹൈറ്റിന് ചെയ്ത് കഴിഞ്ഞാൽ 6 ഇഞ്ച് കെട്ടും പോയിട്ട് ഒരു 2 ഇഞ്ച് പത്തിരിപ്പ് കിടക്കും. അത് പിന്നീട് നമ്മൾ ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ ഇടുമ്പോൾ അടിച്ച് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ ബീമിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് ഒരു 4 ഇഞ്ച് ഡൗൺ ആക്കി ഇടണം. എന്നിട്ട് നമ്മൾ ഇത് പടവ് കെട്ടാൻ നേരത്ത് ഈ 6 ഇഞ്ച് വീതിക്ക് നമ്മൾ പലക വെച്ച് കോൺക്രീറ്റ് ചെയ്യും. ഈ ലെവലിന് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിയെടുക്കും. അത് പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട്, അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അൾട്രാടെക് സിമെൻറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നല്ല വെയിലായിരിക്കും, അപ്പോൾ അതിൽ ചെറിയ ചെറിയ ക്രാക്കുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അത് അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഭയങ്കര സെറ്റിംഗ് പവറാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ നമ്മൾ നാളെ മുതൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നനയ്ക്കണം. ഇതിപ്പോൾ ഷട്ടറിങ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പൊളിക്കും. അപ്പോൾ മറ്റന്നാൾ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ കംപ്ലീറ്റും ചണച്ചാക്ക് ഇട്ടിട്ട് വെള്ളം അടിച്ച് നനയ്ക്കും. അങ്ങനെ നനയ്ക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പം എപ്പോഴും, കാരണം ഇത് തുറന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് വെയിലടിക്കുന്ന ഒരു സ്ഥലവും സൈറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചാക്കൊക്കെ വിരിച്ച് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. കംപ്ലീറ്റും എല്ലാ സൈഡിലും വെള്ളമായിട്ടുണ്ട് കണ്ടോ, എല്ലാ സൈഡിലും വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ കെമിക്കൽ കൂടുതലാണ്. കെമിക്കൽ കൂടുതലായതുകൊണ്ടാണ്
നമ്മൾ നല്ല രീതിയിൽ നനയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കോൺക്രീറ്റ് കൊടുത്തിരിക്കുന്നത് 9 ഇഞ്ച് വീതിയാണ് കേട്ടോ. 9 ഇഞ്ച് വീതിക്കാണ് നമ്മളിത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 45 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 45 സെൻറ്റിമീറ്റർ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടായിരുന്നു. നമ്മളൊരു മൂലയിൽ നിന്ന് വാട്ടർ ലെവൽ എടുത്ത് ആ മട്ടം ഒരു ടേപ്പിന് 45 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റും വാട്ടർ ലെവലിന് മട്ടം കുറിച്ചിട്ടാണ് നമ്മളിങ്ങനെ കോൺക്രീറ്റ് ചെയ്തത്. പിന്നെ ഈ പില്ലറൊക്കെ മേളിൽ പോകുന്നത് സിറ്റ് ഔട്ടിൻ്റെ പില്ലറാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ 2 പില്ലറുണ്ട്, അതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പോപ്പുലറായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കേസ് കഴിഞ്ഞാൽ വെള്ളം. നമ്മളെ കോൺക്രീറ്റ് നമുക്ക് എത്രത്തോളം വെള്ളം നനയ്ക്കാൻ പറ്റുമോ മാക്സിമം അത്രത്തോളം നമ്മൾ നനയ്ക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ ഏർപ്പാടാക്കി നനയ്ക്കാൻ നിൽക്കണം. കാരണം ആരെങ്കിലും ഒരാളെ ഏർപ്പാടാക്കുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഇത് നനയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ബേസ്മെൻറ്റിനൊക്കെ ആവശ്യം, മെയിനായിട്ട് കോൺക്രീറ്റിനൊക്കെ ആവശ്യം വെള്ളമാണ്. അപ്പോൾ ഈ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് എന്നുള്ളത് കോൺക്രീറ്റിൻ്റെ സിമെൻറ്റാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് കണക്കാക്കിയിട്ടുള്ള വെള്ളം കിട്ടണം. കാരണം നമുക്കിത് ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞ് ഈ വെള്ളം ഇവിടെ നിൽക്കത്തില്ല. ഈ ഷട്ടറിങ് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റും സൈഡിൽ കൂടി വലിച്ചു പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചണച്ചാക്ക് ഇടുന്നത്. ഇപ്പോൾ ചണച്ചാക്ക് ഇട്ടതിന് ശേഷം കംപ്ലീറ്റും നോക്കി നമ്മൾ എത്രത്തോളം നനയ്ക്കാൻ പറ്റുമോ. ഇപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ 3 നേരം നോക്കണ്ട. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചാക്ക് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.